നമസ്കാരം, സ്കോർ അക്കാഡമിയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, RRB ALPയുടെ നോട്ടിഫിക്കേഷൻ വന്നു. 2025 ഒഴിവുകളും അതുപോലെ നോട്ടിഫിക്കേഷനിൽ അറിഞ്ഞിരിക്കേണ്ട എലിജിബിലിറ്റി, അത് ഏജ് ആയിക്കോട്ടെ, എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, ബാക്കി അറിഞ്ഞിരിക്കേണ്ട മെഡിക്കൽ സ്റ്റാൻഡേർഡ്സും എല്ലാം ഉൾപ്പെടുത്തിയിട്ടൊരു RRB ALP നോട്ടിഫിക്കേഷൻ ഔട്ട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ആദ്യം അത് കാണുക. അതിനുശേഷം ഏത് സോൺ സെലക്ട് ചെയ്യണം, അല്ലെങ്കിൽ എൻ്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ഞാൻ എങ്ങനെ മനസ്സിലാക്കും, ഇതെല്ലാം മനസ്സിലാക്കിയതുകൊണ്ട് മറ്റൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ 2 വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. നിർബന്ധമായിട്ട് ഇത് രണ്ടും കാണുക. അതിനുശേഷം മാത്രമേ ഡോക്യുമെന്റ്സിന്റെ പ്രശ്നം വരുന്നുള്ളൂ. ഞാൻ ഈ എക്സാമിന് അപ്ലൈ ചെയ്യാൻ അർഹനാണോ എന്ന് അറിയണമെങ്കിൽ എൻ്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് വ്യക്തമായിട്ട് അറിയണം. ഇതുപോലുള്ള ടെക്നിക്കൽ പരീക്ഷകളുടെ എൻ്റെ യോഗ്യത വ്യക്തമായിട്ട് എനിക്ക് അറിഞ്ഞാൽ മാത്രമേ അപ്ലൈ ചെയ്യേണ്ട കാര്യമുള്ളൂ. അല്ലെങ്കിൽ അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല. കാര്യം സ്ട്രിക്റ്റ് ആയിട്ടുള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡ്സും സ്ട്രിക്റ്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ALPക്ക് നമുക്ക് എഴുതേണ്ട കാര്യമുള്ളൂ. ഇത് രണ്ടും മനസ്സിലാക്കാൻ വീഡിയോകൾ കണ്ടിട്ട്, പിന്നെ 2025 എന്തുകൊണ്ട് RRB ALP ഒരു സുവർണാവസരമാണ്, എന്തുകൊണ്ട് RRB ALP ഒരു സുവർണാവസരമായി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് പോയി കാണുക. 5 പ്രത്യേകതകൾ, 2025 RRB ALPയുടെ 5 പ്രത്യേകതകൾ. ഈ 3 വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാൻ വരിക. ഈ വീഡിയോന്റെ പ്രാധാന്യം എന്താണ്, മാൻഡേറ്ററി ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നതിന്റെ പ്രാധാന്യം എന്താണ്? നിങ്ങൾക്കറിയാം, റെയിൽവേ പരീക്ഷകൾക്ക് ഒരുപാട് ഡോക്യുമെന്റ്സ് ആവശ്യമായിട്ടുണ്ട്. അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് RRB ALP പോലുള്ള അല്ലെങ്കിൽ റെയിൽവേ പരീക്ഷകൾ അപ്ലൈ ചെയ്യാൻ. നമ്മുടെ PSC അപ്ലൈ ചെയ്ത് ശീലിച്ച കുട്ടികൾക്ക് ഒരൊറ്റ ക്ലിക്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല റെയിൽവേ. എന്തെല്ലാം ഡോക്യുമെന്റ്സ് ആണ് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ റെഡിയാക്കി വെക്കേണ്ടത്? അതില് OBC സർട്ടിഫിക്കറ്റ്, EWS സർട്ടിഫിക്കറ്റ്, SC/ST സർട്ടിഫിക്കറ്റ് പോലുള്ള സർട്ടിഫിക്കറ്റ് ഏകദേശം ഒരാഴ്ചയൊക്കെ എടുത്തേക്കാം അക്ഷയയിൽ ചെന്നിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ അതെല്ലാം ഇപ്പോഴേ മനസ്സിലാക്കുക. ഈ ഒരു മാസത്തെ ഗ്യാപ്പ് ഉണ്ടല്ലോ ഇനി കൊടുക്കാൻ വേണ്ടിയിട്ട്, അതിനുള്ളിൽ തന്നെ ഈ സർട്ടിഫിക്കറ്റ് എല്ലാം റെഡിയാക്കുക. ഈ സർട്ടിഫിക്കറ്റിൽ ഒരു തെറ്റുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ ആപ്ലിക്കേഷനിൽ ഒരു തെറ്റുള്ളത് കൊണ്ടോ നമ്മൾ ഡോക്യുമെന്റ് വെരിഫിക്കേഷന്റെ സമയത്ത് പുറത്താവുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ CBT 1 പാസ്സായി, CBT 2 പാസ്സായി, CBAT പാസ്സായി, എല്ലാം കഴിഞ്ഞ് DVയിൽ പുറത്താവുന്ന അവസ്ഥ ഭയങ്കര മോശമാണ്. നമ്മുടെ മോട്ടിവേഷൻ താഴെ പോവും, നമ്മുടെ ജീവിതം തന്നെ വെറുക്കാൻ പോവും. അതിനൊന്നും നിൽക്കാതെ ഡോക്യുമെന്റ് വെരിഫിക്കേഷന്റെ സമയത്ത് ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നോട്ടിഫിക്കേഷൻ മനസ്സിലാക്കുക, മാൻഡേറ്ററി ഡോക്യുമെന്റ്സ് മനസ്സിലാക്കുക, ആപ്ലിക്കേഷൻ പ്രോസസ്സ് മനസ്സിലാക്കിയിട്ട് മാത്രം എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് മാൻഡേറ്ററി ആയിട്ട് വേണ്ട ഡോക്യുമെന്റ്സ്. ഇതാണ് RRB ALPയുടെ നോട്ടീസ്. ഇതൊരു കാര്യം എഴുതിയിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. നോട്ടിഫിക്കേഷൻ തൊട്ട് മുന്നേ നോട്ടീസാണ്, നിങ്ങൾ വായിച്ചു നോക്കുക. ഓക്കെ, ഇൻ ഓർഡർ ടു അച്ചീവ് സക്സസ്ഫുൾ വെരിഫിക്കേഷൻ യൂസിങ് ആധാർ, നെയിം, date of birth in Aadhaar shall be updated to match 100% with the name and date of birth in the 10th pass certificate. അതായത് നിങ്ങളുടെ ആധാറിലുള്ള എന്താ ഡേറ്റ് ഓഫ് ബർത്തും അതുപോലെ ഫുൾ നെയിമും, ഈ ഡേറ്റ് ഓഫ് ബർത്തും ഫുൾ നെയിമും നിങ്ങളുടെ ആധാറിലുള്ളത് പോലെ സെയിം ടു സെയിം ആയിരിക്കണം. എവിടെ? SSLC സർട്ടിഫിക്കറ്റില്. ഓക്കെ, അതാണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സുഗമമായിട്ട് എക്സാം എഴുതാൻ പറ്റുള്ളൂ. നിങ്ങളുടെ ആപ്ലിക്കേഷൻ പ്രോസസ് അല്ലെങ്കിൽ മൊത്തത്തിൽ കൊളാവും. സോ റെഡി അല്ലാത്തവർ എത്രയും പെട്ടെന്ന് റെഡിയാക്കി വെക്കുക. ഇതൊന്ന് വായിച്ചു നോക്ക്. കാൻഡിഡേറ്റ്സ് ആർ സ്ട്രോങ്ലി അഡ്വൈസ്ഡ് ടു വെരിഫൈ ദർ പ്രൈമറി ഡീറ്റെയിൽസ് യൂസിംഗ് ആധാർ during the filling of online application in order to avoid inconvenience and additional delays due to special detailed scrutiny at every stage of the process for non-Aadhaar verified applications. So Aadhaar verify ചെയ്യൽ നിർബന്ധമാണ്. അതിന്റെ കൂടെ തന്നെ ആധാറിലെ ഡീറ്റെയിൽസും SSLC സർട്ടിഫിക്കറ്റിലെ ഡീറ്റെയിൽസും, പ്രത്യേകിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഡേറ്റ് ഓഫ് ബർത്തും അതുപോലെ ഫുൾ നെയിമും സെയിം ആണെന്ന് ഉറപ്പ് വരുത്തുക. 100% പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ ALPയുടെ നോട്ടിഫിക്കേഷനിൽ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ള, നോട്ടീസിൽ പ്രത്യേകം കണ്ട ഈ ഒരു ഭാഗത്ത് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ള ഡീറ്റെയിൽ ആണിത്. ഓക്കെ, നിങ്ങൾക്ക് വായിച്ചു നോക്കാം. നമ്മുടെ ടെലിഗ്രാം ചാനൽ ഇത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അവിടെ നിങ്ങൾക്ക് നോക്കാം. ഓക്കെ, അപ്പൊ എന്തൊക്കെ ഡാറ്റാസാണ് വേണ്ടത്? ഒന്ന് നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ്, OBC കാൻഡിഡേറ്റ്സ് ഉള്ള കുട്ടികളാണെങ്കിൽ OBC സർട്ടിഫിക്കറ്റ്, EWS സർട്ടിഫിക്കറ്റ്, EWS കാൻഡിഡേറ്റ് ആണെങ്കിൽ EWS റിസർവേഷൻ നിങ്ങൾ അർഹരാണെങ്കിൽ EWS എന്ന് പറയുന്ന എന്താ പറയാ റിസർവേഷൻ കാറ്റഗറിയിൽ പെട്ട ആൾക്കാരാണെങ്കിൽ അതൊക്കെ. പിന്നെ SC/ST ഫോട്ടോ സിഗ്നേച്ചർ. ഓക്കെ, പിന്നെ നമ്മുടെ ആധാർ കാർഡ് കൂടി ഉണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അതിനകത്ത് SSLC സർട്ടിഫിക്കറ്റ് കാൻഡിഡേറ്റ് should enter their name, father's name and date of birth as recorded in SSLC matriculation
ഹൈ സ്കൂൾ എക്സാം സർട്ടിഫിക്കറ്റ് ആൻഡ് ഇക്വാലന്റ് സർട്ടിഫിക്കറ്റ് ഓൺലി. നിർബന്ധമായിട്ടും SSLC എഴുതിയ പോലെ തന്നെ വേണം നിങ്ങളുടെ എന്ത് സ്വന്തം പേര്, അച്ഛന്റെ പേര്, അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത്. ഈ 3 എണ്ണം SSLC ഉള്ളതുപോലെ മാൻഡേറ്ററി ആയിട്ട് വേണം, അല്ലെങ്കിൽ ഡിസ്ക്വാളിഫൈ ആവും. ഒന്നാമത്തെ കാര്യം, ദ കാൻഡിഡേറ്റ് ഷുഡ് നോട്ട് ദാറ്റ്, കാൻഡിഡേറ്റ് നോട്ട് ചെയ്യുക എന്ത്, ഡേറ്റ് ഓഫ് ബർത്ത് ഫീൽഡ് ഇൻ ദ ആപ്ലിക്കേഷൻ ഷുഡ് ബി ആസ് സെയിം ആസ് റെക്കോർഡഡ് ഇൻ മെട്രിക്കുലേഷൻ ഓർ SSLC ഓർ 10th സർട്ടിഫിക്കറ്റ് ഓർ ആൻ ഈക്വാലന്റ് സർട്ടിഫിക്കറ്റ്. നോ സബ്സിക്വന്റ് റിക്വസ്റ്റ് ഓഫ് ചേഞ്ച് വിൽ ബി കൺസിഡർഡ്. ഒരു പ്രാവശ്യം നിങ്ങൾ അപ്ലൈ ചെയ്തു, അത് പൈസ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റാൻ പറ്റില്ല. സോ RRB, ഡേറ്റ് ഓഫ് ബർത്ത്, മൊബൈൽ നമ്പർ തുടങ്ങിയവയൊന്നും മാറ്റാൻ പറ്റില്ല. ഓക്കെ അല്ലേ? നോട്ട് ചെയ്ത് വെക്കുക. SSLC സർട്ടിഫിക്കറ്റ് പ്രത്യേകത അത്രയാണ്. സോ നിങ്ങൾ എന്ത് ഡീറ്റെയിൽ കൊടുക്കുമ്പോൾ SSLC സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽ കൊടുക്കുക. ആധാറുമായിട്ട് എന്ത് ചെയ്യുക, അതിനെ വെരിഫൈ ചെയ്യുക, കറക്റ്റ് ഉള്ളത് ആധാറിലുണ്ടെന്നും ഉറപ്പുവരുത്തുക. Okay, the candidates under no subsequent request from its change will be considered. Notification ഒരു സ്ലിപ്പാണ്. Okay. At the OBC certificate, OBC NCL certificate as per annexure 2, not older than 1 year. EWS certificate name, OBC certificate name validity 1 year ആണ്. So, application last date എന്താണ്? മെയ് 11-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. സോ മെയ് 11-ാം തീയതിക്ക് 1 ഇയർ കവിയാത്ത അല്ലെങ്കിൽ 1 ഇയർ കഴിയാത്ത OBC അല്ലെങ്കിൽ EWS സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ച് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ പുതിയത് എടുക്കുക. ഓക്കെ, OBC റിസർവേഷനോ അല്ലെങ്കിൽ EWS റിസർവേഷനോ നിങ്ങൾ അർഹരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, 1 കൊല്ലം കവിയാത്ത എന്ന് മെയ് 11-ന് 1 കൊല്ലം കവിയാത്ത സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യുക, അതിന്റെ സർട്ടിഫിക്കറ്റ് നമ്പർ നിങ്ങൾക്ക് ആപ്ലിക്കേഷനിൽ കൊടുക്കേണ്ടി വരും. ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സമയത്ത് അത് കാണിക്കേണ്ടതും വരും. ഓക്കെ, സോ അതിന്റെ സർട്ടിഫിക്കറ്റ് നമ്പർ വേണ്ട വരും. സോ 11th മെയ്, അതായത് ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷന് മുന്നേ ഉള്ളത് OBC NCL അതുപോലെ EWS കൊണ്ടുവരിക. ഇനി കുട്ടികൾ ചോദിക്കുന്നുണ്ട്, സാറേ നമുക്ക് ഈ അനക്സ്റ്റർ 2-ലുള്ള തന്നെ വേണോ, അതായത് നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുള്ള തന്നെ വേണോ? ഓക്കെ, അല്ല, നിങ്ങൾക്ക് ഏത് മതി, നമ്മുടെ അക്ഷയെന്ന് കിട്ടുന്നത്, നമുക്ക് അക്ഷയെന്ന് കിട്ടുന്ന നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് സെൻട്രൽ ഗവൺമെന്റ് എഡ്യൂക്കേഷൻ പ്രോസസ്സിനുള്ളത് വേണമെന്ന് അക്ഷയയിൽ പറയാം. ആരുടെ? തഹസിൽദാർ ഒപ്പിട്ടത് വേണം. എന്ത് വേണം? ഇഷ്യൂയിങ് ഓഫീസർ ആരായിരിക്കണം? തഹസിൽദാർ ആയിരിക്കണം. വില്ലേജ് ഓഫീസറിന്റെ പറ്റത്തില്ല. സോ തഹസിൽദാർ ഒപ്പിട്ടത് അല്ലെങ്കിൽ തഹസിൽദാർ ഇഷ്യൂ ചെയ്ത്, ഒപ്പിടണമെന്നല്ല, തഹസിൽദാർ ഇഷ്യൂ ചെയ്ത OBC NCL സർട്ടിഫിക്കറ്റ് കണ്ടോ, the form of certificate to be produced by OBC applying for job or education under Government of India. അതന്നെയല്ലേ ഇവിടെയും form for certificate to be produced by OBC applying for appointment to post under Government of India. സെയിം വാക്കുകളാണ്. ഓക്കെ, സോ അക്ഷയെന്ന് തഹസിൽദാർ ഇഷ്യൂ ചെയ്ത OBC NCL സർട്ടിഫിക്കറ്റ് മതിയാവും. അതിന്റെ ഈ സർട്ടിഫിക്കറ്റ് നമ്പർ ആണ് നിങ്ങൾക്ക് ഇപ്പൊ കൊടുക്കേണ്ടത്. സർട്ടിഫിക്കറ്റ് DVക്ക് കൊണ്ടുപോകേണ്ടി വരും. സെയിം കാര്യമാണ് എന്തിൽ വരുന്നത്? EWS. നിങ്ങൾ EWSന്റെ തഹസിൽദാർ ഇഷ്യൂ ചെയ്യുന്ന സർട്ടിഫിക്കറ്റുമായിട്ട് വേണം അപ്ലൈ ചെയ്യാൻ. ഓക്കെ, വില്ലേജ് ഓഫീസറിന്റെ പറ്റില്ല. സോ സെൻട്രലിന്റെ EWS ക്രൈറ്റീരിയ നിങ്ങൾ പാലിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാം. ഓക്കെ, സോ EWSും OBC സർട്ടിഫിക്കറ്റും മുന്നേ റെഡിയാക്കി വെക്കുക. അത് ഏകദേശം ഒരാഴ്ചക്ക് എടുക്കാം കിട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ അടുത്തത് SC/ST സർട്ടിഫിക്കറ്റ്. നിങ്ങൾക്ക് ഫ്രീ സ്ലീപ്പർ ക്ലാസ് റെയിൽവേ പാസ് വേണമെങ്കിൽ SC/ST കാൻഡിഡേറ്റ് ആണ്, നിങ്ങൾക്ക് ഫ്രീ സ്ലീപ്പർ ക്ലാസ് വേണം. ഫോർ എക്സാമ്പിൾ, ഈ വട്ടത്തെ ALP ഇൻ കേരളത്തിൽ അപ്ലൈ ചെയ്തെങ്കിലും CBT 2 കേരളത്തിന് പുറത്ത് കിട്ടിയ കുട്ടികളുണ്ട്. CBT 1 മിക്കവാറും എല്ലാവരും കേരളത്തിൽ തന്നെ കിട്ടിയത്. CBT 2 ആന്ധ്രയിലൊക്കെ കിട്ടിയ കുട്ടികളുണ്ട്. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യും? SC/ST കാൻഡിഡേറ്റ്സിന് ഫ്രീ സ്ലീപ്പർ ക്ലാസ് പാസ് കിട്ടണമെങ്കിൽ SC/ST സർട്ടിഫിക്കറ്റ് to who wish to avail free travel authority will have to indicate yes in the relevant column of online application and upload validate caste certificate. OBC കുട്ടികൾ എന്ത് ചെയ്യണ്ട, ഈ ആപ്ലിക്കേഷൻ ഇപ്പോഴത്തെ ഈ ആപ്ലിക്കേഷൻ സമയത്ത് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് തൽക്കാലം വേണ്ട, നമ്പർ മാത്രം മതി. ആ സമയത്ത് SC/ST കുട്ടികൾക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഫ്രീ ട്രാവൽ ടിക്കറ്റിന്റെ എന്ത് കിട്ടുന്നുണ്ട്? ഫ്രീ ട്രാവൽ ടിക്കറ്റിന്റെ പാസ് കിട്ടുന്നുണ്ട്. സോ അവരെന്ത് ചെയ്യണം? സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, കണ്ടോ, ഇത് വായിച്ചു നോക്കിയാൽ അറിയാം. ഫ്രീ സ്ലീപ്പർ ക്ലാസ് സർട്ടിഫിക്കറ്റ് is admissible for SC/ST candidates only. SC/ST candidates who wish to avail free travel authority will have to indicate yes in the relevant column and upload valid certificate.
ഓക്കെ, സോ SH സർട്ടിഫിക്കറ്റ് നമ്മൾ എന്ത് ചെയ്യണം? അപ്ലോഡ് ചെയ്യണം. അതും എന്ത് മതി? കണ്ടോ, ഇതും നമുക്ക് എന്ത് മതി? തഹസിൽദാർ ഒപ്പിട്ട കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് മതിയാവും. ഓക്കെ, അതിന്റെ നമ്പർ ഇവിടെ വേണം, ഇത് അപ്ലോഡ് ചെയ്താൽ മതിയാവും. ഓക്കെ അല്ലേ? സോ SH സർട്ടിഫിക്കറ്റ് അങ്ങനെയാണ് വരിക. പിന്നെ നമുക്ക് വരാൻ പോകുന്ന മെയിൻ ആയിട്ടുള്ളത് എന്താണ്? ഫോർ അവൈലിംഗ് റിസർവേഷൻ SC ST OBC or NC സർട്ടിഫിക്കറ്റ് ഷുഡ് ഫർണിഷ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഫ്രം കോമ്പീറ്റന്റ് അതോറിറ്റി ആസ് പെർ ഫോർമാറ്റ് ഗിവർ ഇൻ Annexure 1 Annexure 2. അതായത് നമുക്ക് അക്ഷയന്ന്, ചുരുക്കം പറഞ്ഞാൽ അക്ഷയന്ന് എന്ത് തഹസിൽദാർ ഒപ്പിട്ടത് വേണം. ഏതാണ്? തഹസിൽദാർ ഇഷ്യൂ ചെയ്ത് വേണം, തഹസിൽദാർ ഇഷ്യൂ ചെയ്തത് വേണം എന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, ഇനി ഇവിടെ എഴുതിയേക്കുന്നത് കാണാൻ നിങ്ങൾക്ക്. ഫർദർ ഇൻ അഡീഷൻ ടു കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് OBC a declaration is prescribed in a format in Annexure 2A will be furnished by the candidate of document verification that if she or he is not belong to creamy layer, the certificate produced shall not be older than 1 year. കണ്ടോ, 1 ഇയറിന് താഴെ ഉള്ളത് വേണം. ഏതിന്? OBCക്ക്. ഓക്കെ, 1 ഇയറിന് താഴെ ഉള്ളത് വേണം. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി അടുത്ത ഫോട്ടോയും സിഗ്നേച്ചറും നിങ്ങൾ എല്ലാ എക്സാമിനും അപ്പ് ചെയ്യുന്നതായിരിക്കും. ഈ എക്സാമിന് ഇതുപോലെ തന്നെ വേണം. ഇവിടെ കുറെ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, അതെല്ലാം നോക്കുക, റിജക്ട് ആയി പോകാതിരിക്കാൻ നോക്കുക. കളർ പാസ്പോർട്ട് ഫോട്ടോ സൈസ് വേണം, ഫോട്ടോ വേണം. 35, 45, 320, 250 പിക്സൽ JPG ഫോർമാറ്റിൽ. പിന്നെ ഇവിടെ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. സൺഗ്ലാസ് പാടില്ല, പിന്നെ വിത്തൗട്ട് ക്യാപ്പ് ആയിരിക്കണം, 50% ഏരിയ ഓഫ് ഫോട്ടോഗ്രാഫ് ഫുൾ ഫേസിംഗിലും കാണണം, ഫോർഹെഡ്, ഐസ്, നോസ്, ചിന്ന് കാണണം. അങ്ങനെ കുറെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇത് പോസ് ചെയ്തിട്ടൊന്ന് വായിച്ചു നോക്കുക. അതുപോലെ തന്നെ ഏതാണ്? സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യാൻ നേരം ശ്രദ്ധിക്കേണ്ട എന്താ? JPG ആയിരിക്കണം, കളർ ആയിരിക്കണം, 35x45 ആയിരിക്കണം, അതുപോലെ 320x480 ആയിരിക്കണം. അതുപോലെ ബ്ലാക്ക് ഇങ്ക് പെൻ കൊണ്ടാവണം സിഗ്നേച്ചർ. ശ്രദ്ധിക്കുക കേട്ടോ, ബ്ലാക്ക് ഇങ്ക് പെൻ കൊണ്ട് സിഗ്നേച്ചർ ഇടുക. ബ്ലോക്ക് ലെറ്റേഴ്സിലുള്ള സിഗ്നേച്ചർ അല്ല, സിഗ്നേച്ചർ റണ്ണിംഗ് ലെറ്ററിലുള്ള സിഗ്നേച്ചർ. നിങ്ങൾ ശരിക്കുള്ള സിഗ്നേച്ചർ തന്നെ ഇടുക. ഓക്കെ, ഡയമെൻഷൻസ് കറക്റ്റ് ആവണം, അതുപോലെ സൈസും കറക്റ്റ് ആണെന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടത്. ഏത്? ഒന്ന് നിങ്ങളുടെ SLC സർട്ടിഫിക്കറ്റും ആധാറും നമ്മൾ റെഡിയാക്കി വെക്കുക. അടുത്ത നിങ്ങൾക്ക് നിങ്ങളുടെ റിസർവേഷൻ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അൺറിസർവ്ഡ് കാറ്റഗറിക്ക് ഇതിന്റെ ആവശ്യമില്ല. റിസർവേഷൻ ഉള്ള കുട്ടികൾക്ക് റിസർവേഷന്റെ സർട്ടിഫിക്കറ്റ് റെഡിയാക്കി വെക്കുക, വാലിഡിറ്റി കഴിയാത്ത സർട്ടിഫിക്കറ്റ് റെഡിയാക്കി വെക്കുക. പിന്നെ നിങ്ങളുടെ ഫോട്ടോയും സിഗ്നേച്ചറും സെറ്റ് ആക്കി വെക്കുക. ഈ ഫോട്ടോ പിന്നീട് ആവശ്യമുള്ളതാട്ടോ. അതുകൊണ്ട് ഈ ഫോട്ടോ ലാസ്റ്റ് ഫോട്ടോ ആക്കി വെക്കരുത്. ഏകദേശം 20ഓളം ഫോട്ടോ കയ്യിൽ വേണമെന്നാണ് ആര് പറഞ്ഞ RRB പറയുന്നത്. സോ ഈ ഫോട്ടോ കയ്യിൽ വയ്ക്കുക, കളയരുത്. പിന്നീട് ഡോക്യുമെന്റ് വെരിഫിക്കേഷനും CBAT-നും CBT 1-നും CBT 2-നും പോകുമ്പോൾ എല്ലാം വേണം. പരീക്ഷയ്ക്ക് ചെല്ലാൻ നേരത്തെ ഒരു ഫോട്ടോ കൊണ്ടുപോകണം. CBT 1-ന് വരണം, CBT 2-ന് വരണം, CBAT-ന് വരണം. DVക്ക് ചെല്ലാൻ നേരത്തെ 4ഓ 5ഓ ഫോട്ടോ കൊണ്ടുകൊണ്ട് വരും. ഓക്കെ, പിന്നെ മെഡിക്കലിന് ചെല്ലുമ്പോൾ ഫോട്ടോ കൊണ്ടുകൊണ്ട് വരും. സോ ഈ ഫോട്ടോ എപ്പോഴും കയ്യിൽ തന്നെ കരുതുക. ആ ഫോട്ടോ കൊണ്ടേ കളയരുത്. ഓക്കെ, സോ നമ്മൾ ഈ ഡോക്യുമെന്റ് എല്ലാം കൊടുത്തു, നമ്മൾ സോൺ മനസ്സിലാക്കി, നമ്മൾ മെഡിക്കൽ മനസ്സിലാക്കി, നമ്മൾ ഡോക്യുമെന്റ് എല്ലാം ഒപ്പിച്ചു. കറക്റ്റ് ആയിട്ട് ആപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യേണ്ടത് എന്താ? ഒരു വ്യക്തമായ പ്ലാൻ വെച്ചിട്ട് പഠനം തുടങ്ങാം. സോ പഠനം തുടങ്ങാൻ വേണ്ടി CBT 1 മാത്രം പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ഒരു പ്രത്യേകം ബാച്ചും, അതല്ല കോംപ്രിഹെൻസീവ് ആയിട്ട് ഇലക്ട്രീഷ്യൻ, വയർമാൻ മുതലായ ട്രേഡുകൾ പഠിക്കുന്ന കുട്ടികൾക്ക് CBT 1-ഉം 2-ഉം കവർ ചെയ്തുകൊണ്ടുള്ള ഡീറ്റെയിൽഡ് ബാച്ച്. അതിൽ CBT 1 അതായത് നോൺ ടെക്നിക്കൽ ഏരിയ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക സ്റ്റഡി പ്ലാൻ, പ്രത്യേക മെറ്റീരിയൽസ്. അതിൽ ഏതൊക്കെ വരുന്നുണ്ടാവും? പ്രീ റെക്കോർഡഡ് ക്ലാസ്സസ്, റിവിഷൻ ടെസ്റ്റ്, അതുപോലെ കറന്റ് അഫയറിന്റെ പ്രത്യേകം സെഷൻസ്, മാത്സിനും റീസണിങ്ങിനുമുള്ള വർക്ക് ബുക്കുകൾ, ക്യൂ കാർഡ് ബേസ് ചെയ്തുള്ള റിവിഷൻസ്, ഷോർട്ട് നോട്ടുകൾ, വ്യക്തമായിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഡൗട്ട് വെരിഫിക്കേഷൻ, ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ട് ടെക്നിക്കലിനും നോൺ ടെക്നിക്കലിനും പ്രത്യേക ഫീച്ചേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കോംപ്രിഹെൻസീവ് ബാച്ചും, അതുപോലെ നോൺ ടെക്നിക്കൽ മാത്രമുള്ള CBT 1 ബാച്ച്, CBT 1-ന്റെ ഒരു എക്സ്ക്ലൂസീവ് ബാച്ച്. അതിലും ഈ പറയുന്ന എല്ലാ കോഴ്സ് ഫീച്ചേഴ്സും ഉണ്ടാവും. സോ നിങ്ങൾക്ക് തന്നെ അറിയാം, ഏകദേശം 60-ന് താഴെയാണ് കഴിഞ്ഞ വട്ടം കട്ട് ഓഫ് വന്നത്. ഓക്കെ, സോ മര്യാദയ്ക്ക് പഠിച്ചാൽ ഈ ജോലി കിട്ടും. സോ കറക്റ്റ് ആയിട്ട് A1 മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഉള്ള ആളാണ് നിങ്ങളെങ്കിൽ, ഇതിന് ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ഉള്ള ആളാണ് നിങ്ങളെങ്കിൽ ഈ അവസരം കളയരുത്. അടുത്ത കൊല്ലം ഈ പരീക്ഷ എഴുതി പാസ്സായി ഒരു ജോലിയിലേക്ക് എത്താൻ നിങ്ങൾക്ക് പറ്റും. ഒന്ന് പരിശ്രമിച്ചാൽ മതി. നല്ല ശമ്പളമുള്ള തരക്കേടില്ലാത്തൊരു ജോലിയാണ്. കുറച്ച് ബുദ്ധിമുട്ടുള്ള ജോലിയുടെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അതല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രായത്തിൽ നമുക്ക് കയറാൻ പറ്റിയ ഒരു നല്ല ജോലിയാണ്. പിന്നെ അവിടെ നിന്ന് ഒരുപാട് പോസിബിലിറ്റീസ്, എക്സാം എഴുതി കയറി പോകാനും പറ്റും. ഓക്കെ, ഡിപ്പാർട്ട്മെന്റിൽ എക്സാം എഴുതിയിട്ട് നമുക്ക് കയറി പോകാം. സോ ഈ അവസരം കളയരുത്. നിങ്ങൾ ഇവിടുന്ന് കോഴ്സ് എടുത്താലും ഇനി എവിടുന്ന് കോഴ്സ് എടുത്താലും ഇപ്പോ ഈ ഇയർലി നടക്കുന്ന എക്സാമിന്റെ ഒരു തുടക്ക സമയമാണ്. ഇപ്പൊ പഠിക്കാൻ പറ്റിയ സമയമാണ്. ഇനി കുറച്ചു നാൾ കഴിയുമ്പോൾ എന്താ പറയാ, ഒഴിവുകളുടെ എണ്ണം കുറയും, എക്സാം ബുദ്ധിമുട്ടാവും. പക്ഷെ ഇപ്പൊ പഠിക്കാൻ പറ്റിയ സമയമാണ്, ഇപ്പൊ തുടങ്ങിയ സമയമാണ്. ഇനി എല്ലാ കൊല്ലവും RRB എന്ത് ചെയ്യും? എക്സാം നടത്താനുള്ള സാധ്യതയുണ്ട്. കുറച്ചങ്ങോട്ട് നീങ്ങുമ്പോൾ കിട്ടാൻ പാടാണ്. ഇപ്പൊ തുടക്ക സമയം, സെക്കൻഡ് സൈക്കിൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. സെക്കൻഡ് സൈക്കിളിലെ 2024 ഫസ്റ്റ് സൈക്കിൾ കഴിഞ്ഞു, 2025 സെക്കൻഡ് സൈക്കിൾ തുടങ്ങിയിട്ടേ ഉള്ളൂ.
സോ ഇപ്പൊ പഠിക്കാൻ പറ്റിയ സമയമാണ്. നിങ്ങൾ സമയം കളയാതെ എത്രയും പെട്ടെന്ന് പഠിക്കാൻ തുടങ്ങുക. ആദ്യം വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി അപ്ലൈ ചെയ്യുക, പിന്നെ പഠിക്കാൻ തുടങ്ങുക. സോ എല്ലാവർക്കും എൻ്റെ ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു.